അപ്പൊ അദ്ദേഹം സലാം പറഞ്ഞു, നബി തങ്ങൾ സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ഇർജിഇ, നീ മടങ്ങുക, ഫസല്ലി, നീ വീണ്ടും നിസ്കരിക്കുക, ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. ശരിക്കും നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നബി പറഞ്ഞ വാക്കെന്താണ്? നീ നിസ്കരിച്ചിട്ടില്ല എന്നാ. എൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയുന്നതിന് പകരം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തിബാ ഇല്ല എങ്കിൽ ആ അമൽ ഇല്ലാത്ത പോലെയാണ്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞു, 2 നിബന്ധനയാണ് അമൽ സ്വീകരിക്കപ്പെടാൻ. 1 ഇഖ്ലാസ്, 2 ഇത്തിബാ. നമ്മുടെ ഈ ടെക്സ്റ്റ് 2-ാമത്തെ ഹദീസ് ഇത് സെലക്ട് ചെയ്തതിൽ അങ്ങനെ ഒരു തത്വം കൂടി പാലിച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ ഹദീസ് പറഞ്ഞത് ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഇത്തിബാ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ 1-ാമത്തെ ഹദീസ് പ്രകാരം ഇത്തിബാ ഉള്ള അമൽ തന്നെ ഇഖ്ലാസ് ഇല്ലെങ്കിൽ സ്വീകാര്യമല്ല. ഈ ഹദീസ് പ്രകാരം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പോലും ഇത്തിബാ ഇല്ലെങ്കിലും ആ അമൽ സ്വീകാര്യമല്ല. ഇഖ്ലാസോടെ ചെയ്തു, പക്ഷെ അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെയല്ല ചെയ്തത് എങ്കിൽ ആ അമലിന് ഒരു പരിഗണനയും ഇല്ല. അതോടെ ബിദ്അത്തുകളൊക്കെ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. കുല്ലു ബിദ്അത്തിൻ ളലാല, ബിദ്അത്തെല്ലാം ളലാലത്താണ് പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? ബിദ്അത്ത് ചെയ്യുന്ന അമൽ തന്നെയാണ്, പക്ഷേ ആ അമലിന് ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. പറഞ്ഞുതരാം. അപ്പം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു അമൽ അത് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അപ്പം മൻ അമില അമലൻ, അമൽ ചെയ്താൽ എന്ന് പറഞ്ഞു, ചെയ്തത് അമലാണ്, പക്ഷെ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പം ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ പ്രമാണങ്ങളെ പിൻബലമില്ലാത്ത അമലാണ് എങ്കിൽ ആ അമലിന് ഒരു വിലയും നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിസ്കരിച്ചു വന്ന സ്വഹാബിയോട് നബി പറയുന്നത് ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. എൻ്റെ നിസ്കാരത്തിന് പോരായ്മ ഉണ്ട് എന്നല്ല പറഞ്ഞത്, എൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നല്ല പറഞ്ഞത്, പകരം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പം നിസ്കരിച്ചതും നിസ്കരിക്കാത്തതും സമമാണ്. നബി എങ്ങനെയാണ് നിസ്കാരം പഠിപ്പിച്ചത് അങ്ങനെയല്ല ആ സ്വഹാബി ഇപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ്. ഇവിടെ അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമില്ല. എന്നിട്ട് പോലും അത് പറ്റൂല. കാരണം അവിടെ അറിവില്ലായ്മ ഉഴുതറല്ല, അവിടെ അറിവില്ലായ്മ ചില സ്ഥലത്ത് ഉഴുതറായി മാറും. ഒരാൾക്ക് അറിയില്ല എന്നുകൊണ്ട് ചിലപ്പോൾ ചിലതിൽ ഒഴിവ് കിട്ടും, പക്ഷെ എല്ലാവർക്കും കിട്ടില്ല, എപ്പോഴും കിട്ടില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ അറിയാനും പഠിക്കാനും സാഹചര്യമുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾ പഠിച്ചോണ്ടപ്പോൾ എനിക്ക് അറിയുന്നതുകൊണ്ട് കാര്യമില്ല, അത് അയാളെ പോലായ്മയാണ്. ഞാൻ ഒരാളിപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് അയാൾ പല അമലും ചെയ്തു, പിന്നെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് അങ്ങനെയൊന്നും അല്ലാന്ന് മനസ്സിലായത്, അയാൾക്ക് തന്നെ ഉഴുതറാണ്ട്. അപ്പം ജഹില് ഉഴുതറാണ്, അറിവില്ലായ്മ എന്നുള്ളത് ഉഴുതറാണ്. അത് ഏത് സംഗതിക്കും ശുഭത്ത് കൊണ്ട് ചെയ്തു പോയി, അല്ലെങ്കിൽ ഹറാമല്ല ഹലാലാണ് അയാൾ ആത്മാർത്ഥമായി വിശ്വസിച്ചതാണ്, എന്നിട്ട് ചെയ്താണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് ഇത് ഹറാമാണ്, അവിടെ അവസാനിപ്പിക്കണം. അതുപോലെ ചെയ്തതിന് കുറ്റം കിട്ടു വെച്ചാലോ ഇല്ല. എന്നാൽ അയാൾക്ക് പഠിക്കാനും അറിയാനും ഇഷ്ടംപോലെ സാഹചര്യം ഉണ്ട്. ഓരൊക്കെ ചോദിച്ചാൽ ഇപ്പം പാടില്ല എന്ന് പറയും ചെയ്യും, അതുകൊണ്ട് ചോദിക്കാൻ പോയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓൻ നിർബന്ധപൂർവ്വമായിട്ട് മനസ്സിലാകേണ്ടി വന്നത് ഹറാമാണ്, അത് പറ്റില്ല, ശുഭത്തല്ല, ശുഭത്തല്ല. അത് ഏതിലും ശുഭത്ത് ഒരാൾക്ക് ഉദറായി പരിഗണിക്കും. നിക്കാഹ് തൊലാക്കൽ വരെ ശുഭത്ത് പരിഗണിക്കും. ഇപ്പോൾ ഒരു പെണ്ണിനെ അയാളെ വാപ്പൊന്നല്ലാത്ത വഴിയല്ലാത്ത വേറെ കെട്ടിച്ചെടുത്ത് വിചാരിക്കുക. ഒരു പെണ്ണിനെ ഒരാൾ വെറുതെ കെട്ടിച്ചു കൊടുത്തു, ഇയാൾ വിശ്വസിച്ചെന്നാണ് അയാൾ കെട്ടിച്ചെന്നാൽ ശരിയാവുന്നതാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഉസ്താദ് ഫത്വയും കൊടുത്തു, അത് കുഴപ്പമില്ലടാ, അയാൾ കെട്ടിച്ചെന്നാൽ മതിയാന്ന്. ഇയാൾ ആത്മഹത്യ വിശ്വസിച്ചു, ഓൾ ഒന്നിച്ച് ജീവിച്ചു, മരിക്കണവരെ അങ്ങ് ജീവിച്ചു, ഒരു തെറ്റുമില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ നിക്കാഹ് ശരിയല്ല, പിന്നെ മുന്നോട്ട് തെറ്റായി. ശരിയല്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചോളാം. ഇനിയിപ്പോൾ ഏതാ നിക്കാഹ്, 4 കുട്ടികളുമായി, ഇനിയിപ്പോൾ എന്താ കാട്ടുക, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, അത് പറ്റില്ല. പിന്നെ അവിടെ നടക്കുക ഹറാമാണ്. അതുവരെ ഉള്ളത് അയാൾക്ക് ഹറാമല്ല, കാരണം തെറ്റിദ്ധാരണയാണ്, ശുഭത്താണ്. ശുഭത്ത് അയാൾക്ക് ഉദറായി പരിഗണിക്കുക, അയാളെ ജഹിലാണതിന് കാരണം, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് അതിന് കാരണം. ശരിയായ വശം എപ്പോൾ മനസ്സിലായോ അപ്പോൾ പിന്മാറൽ നിർബന്ധമാണ്. അതങ്ങനെ ഏത് തലാഖും അങ്ങനത്തിനാണ്. മുലകുടി ബന്ധം സംഭവിച്ചാണ്. നബിയുടെ കാലത്ത് വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷം നബിയുടെ അടുത്ത് സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ
അയാൾക്കും ആ പെണ്ണിനും ഞാൻ മുല കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ആ ഭർത്താവിനും ഭാര്യയ്ക്കും ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. അപ്പം മുലകൊള്ളിലൂടെ അവർ രണ്ടാളും സഹോദരന്മാരാണ്. പക്ഷെ അത് ഒരിക്കറിയില്ല, ഓരിക്കണ്ടാക്കുന്നത് അറിയില്ല. ഒരു സ്വാഭാവികമായി വിവാഹാന്വേഷണം വന്നു, അങ്ങനെ പറ്റി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ എന്ന് പറഞ്ഞത് അവർ രണ്ടുപേർക്കും ഞാൻ മുല കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ തമ്മിൽ സഹോദരന്മാരാണ്. നബിയെ വിളിപ്പിച്ച് പറഞ്ഞു പിരിഞ്ഞാടിയാർ. കൈഫ വഖദ് ഖീൽ, ഇങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഒരു പെണ്ണിൻ്റെ വാക്കോട് തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. ഒറ്റ പെണ്ണ് പറഞ്ഞ വാക്കാൻ ആ വിഷയത്തിൽ ഒരു പെണ്ണ് മതി സാക്ഷി, രണ്ട് സാക്ഷി വേണ്ട. ചില ആളുകൾ പറയും ഇസ്ലാമിൽ പിന്നെ സ്ത്രീക്കുന്നില്ല, ആണിൻ്റെ പകുതിയാണ് പെണ്ണിന് സാക്ഷ്യം, ഒരാണ് സ്ഥലത്ത് രണ്ട് പെണ്ണുമാണ്. എല്ലായിടത്തും ഇല്ല. ഈ വിഷയത്തിൽ ആണ് സാക്ഷി എന്നാ കൂട്ടില്ല, പെണ്ണ് സാക്ഷിക്കാൻ വേണ്ടത്. ഇവിടെ ഒറ്റ പെണ്ണ് മതി. ആ ഒരു പെണ്ണിന് സാക്ഷിക്ക് അവിടെ വിലയുണ്ട്. ഒരു നിക്കാഹിനെ വേർതിരിക്കാൻ ഒരു പെണ്ണിൻ്റെ സാക്ഷിയാണ് അവിടെ സ്വീകരിച്ചത്. ഇവിടെ പറഞ്ഞ വാക്ക് കൈഫ വഖദ് ഖീല, ഇങ്ങനെ പറയപ്പെട്ടുവല്ലോ, അതുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം അതാണ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ശുബ്ഹത്ത്. അതെ, അതിന് മുമ്പ് അയാൾ അനുഭവിച്ചു പോയതൊന്നും കുഴപ്പമില്ല, മനസ്സിലായി കഴിഞ്ഞു. ഇനി അവിടുന്നാണ്ട് പറ്റൂല, ഇനി പഴയ ദിവസം കിട്ടാണ്ട് അത് കിട്ടാനും പറ്റൂല. അതെ ഇപ്പം ഇനി കഴിഞ്ഞ മാസം വരെ ഹറാമ് ചെയ്തു, കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയിട്ടില്ല, ആ ശമ്പളം ഇപ്പം കിട്ടുന്ന മുമ്പ് മനസ്സിലായിട്ടുണ്ട് ഇത് ഹറാമാണ്. ഇനി ആ ശമ്പളം വാങ്ങാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാൽ ശമ്പളം വാങ്ങിയാൽ ചിലവായി പോയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കുറ്റകൃത്യം ജഞ്ഞ പോയാൽ മതി.